ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഖേദമില്ലെനിക്കിതിനേതുമേയുയം മമ മോദമാർന്നനുഗ്രഹിച്ചിടുകിൽ വഴി പോലെ. കേവലമല്ലെങ്കിൽ ഇന്നില്ലാരും ഗതിയേതും ആവോളം കാരുണ്യമുണ്ടാകണമെല്ലാവർക്കും. ഭൂമീവനേവം നമസ്കാരേണ ചൊല്ലിടുമ്പോൾ മാമുനിമാരും ദ്വിജന്മാരും എല്ലാരും തമ്മിൽ ചൊല്ലിനാരൊരുമിച്ചു ചിന്തിച്ചു നിരന്തരം. സ്വർലോകാധിപൻ മുതലായവരെല്ലാവരും കല്യമോദേന ബഹുമാനിച്ചു പോരും നൃപ. അല്ലൽ വന്നകപ്പെട്ട എല്ലാം ഈശ്വരമതം. താൻ അറിയാതെ ചെറിയോരപരാധം ചെയ്ത മാനവേന്ദ്രനെ ക്രോധിച്ചങ്ങനെ ശപിക്കയാൽ ഭൂദേവ ഉത്തമശാപം തടുക്കാവതല്ലെങ്കിലും മേദിനീപതിയോടു ചേർന്നു നാം പിരിയാതെ വാസം ചെയ്യേണം 7 വാസരം കഴിവോളം. വാസുദേവനെ സേവിച്ച് എല്ലാരും കൂടെ തന്നെ സാദരമേവം പ്രഭവിച്ചവരൊരുമിച്ചു മാധവരാധം സംഭാവിച്ചിരുന്നിടും നേരം. പ്രീതനായി അവനീശൻ താപസകുലവരൻ വ്രാതവന്ദനം ചെയ്തു പിന്നെയും ചൊല്ലിടിനാൻ. ഇക്കാണാകിയ പവാന്മാരിൽ വച്ചേകൻ തെളിഞ്ഞ് ഉൾക്കാമ്പിലുടൻ പ്രസാദിക്ക ഇല്ലെന്നിപ്പോൾ തന്നെ. നിശേഷകാര്യങ്ങളും സിദ്ധങ്ങളെല്ലാവർക്കും നിശ്ചയം ഇല്ലിതിലേതും ഇങ്ങനെയുള്ളോരെല്ലാം. നിശ്ചയം ഇല്ലില്ലേതുമിങ്ങനെയുള്ളോരെല്ലാം ചിത്തകാരുണ്യം കലർന്നെന്നിൽ വാത്സല്യം വളർന്ന് ഒത്ത അഭിയുക്തന്മാരായി അങ്ങനെ വസിക്കയാൽ മർത്യജന്മത്തിൻ ഫലം സിദ്ധിച്ചേ ഭാഗ്യവശാൽ. ഉത്തമ ശ്ലോകൻ പദ യുഗ്മമാശ്രയം വിഭോ. നിങ്ങളെങ്ങനിക്കിനി മൃത്യുകാലത്തിങ്കൽ ഞാൻ എങ്ങനെ വേണ്ടു പുനരെന്നരുൾ ചെയ്തിടണം. മംഗളകരമായവ കൈവല്യം വരുത്തുവാൻ ഇങ്ങളുതായുള്ളതെന്തിങ്ങനെ ചോദിച്ചപ്പോൾ തങ്ങളിൽ വിചാരിച്ചു പിന്നെയും മുനീന്ദ്രന്മാർ ഇങ്ങനെ സാർവ പൗമനാകിയ നൃപവരൻ ഭഗവൽ ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞോരു ഭഗവൽ ഭക്തൻ തനിക്ക് ഉടനെ പരഗതി വരുവാന് എളുതായെന്തുള്ളതെന്ന് അറിയാ. വേദാന്ത ശാസ്ത്രാദികൾ പലതിലും നല്ലതെന്നു ചൊല്ലിക്കൊടുപ്പാനരുതാഞ്ഞു വല്ലാതെ വലഞ്ഞവർ എല്ലാരും ഇരിക്കുമ്പോ. ചൊല്ലേഴും പൗരാണികാചാര്യനന്ദനായ കല്യാണാലയൻ കരുണാംബുധി തപോനിധി. തുല്യചേതസ സർവലോകാനുഗ്രഹാർത്ഥമായി അല്ലലെന്നീ പെരുമാറിന ദിഗംബരൻ.
ഗർഭസ്ഥനായ അന്നേതാൻ മുക്തനായുളവായ മുക്തമോഹന രമണീയ സുന്ദരരൂപൻ പുത്രനെ വിളിച്ച് അളവച്ചനുചരാചരെ ഒത്തൊരുമിച്ചു ചേർന്ന് ഒന്നായി വിളിക്കുന്നവൻ സ്വസ്ഥനായി നരേന്ദ്ര വൃത്താന്തങ്ങളറിഞ്ഞുടൻ ഉത്തമ ശ്ലോകൻ നിയോഗത്തിനാൽ അതുകാലം ശ്രീശുക മഹാമുനിതാനതിമന്ദം മന്ദം ആശുഷുക്ഷണി ദേവദാശകൾ ഇന്നു വണ്ണം ഭൂമതി തന്നെ കാൺമാനായി അവതാരം ചെയ്താൻ താപസന്മാരു കണ്ടു വിസ്മയിച്ചനുക്ഷണം പ്രത്യുത്താനാദ്യാചാരപൂജ വന്ദനങ്ങളും കൃത്യാ തൽസ്വാരംഗെ നൽകിനാർ മാന്യസ്ഥാനം പ്രത്യീശൻ താനും കണ്ടു വന്നിച്ചു സംഭ്രമ ഉത്തായ നമസ്കരിച്ച് അഞ്ജലി ബന്ധത്തോടും ഭക്തൈവ പാത്യാർക്യാദി കൊണ്ടു പൂജിച്ചങ്ങോരു ഭദ്രപീഠത്തിലമ്മാറിരുത്തി യഥോചിതം സത്വരം നരവരേന്ദ്രോത്തമനായ ഭവാൻ ഉത്തമാസേന വസിക്കുന്നത മുനീന്ദ്രനും സ്വച്ഛമായി അരുൾ ചെയ്തു മറ്റുള്ള മുനീന്ദ്രഭൂ നിർജ്ജരാദികളെയും അച്യുതാത്മന തന്നെ വിശ്വനാഥനെ പ്രാർത്ഥിച്ചിരിപ്പിൻ മുന്നേ പോലെ വിശ്വാസഭക്ത്യാ മുകുരെന്നരുൾ ചെയ്ത നേരം സൽക്കാരകം പരിഗ്രഹിച്ച് ഉൾക്കാമ്പു തെളിഞ്ഞുടൻ ഒക്കെയെല്ലാം ഇരുന്നിടിനോരനന്തരം മുക്തഹാസവും പൂണ്ട് മറ്റുള്ള മുനീന്ദ്രന്മാർ വിഷ്ണുരാധനെ സംഭാവിച്ചരുൾ ചെയ്തിടിനാർ ഞങ്ങളോടിവിടെ ചോദിച്ച ചോദ്യത്തെ പുനരങ്ങ് ഇരുന്നലസാതെ ശ്രീശുകൻ തന്നോടിപ്പോൾ മന്ദതയൊഴിഞ്ഞും ചോദിച്ചുകൊണ്ടാലും സർവസന്ദേഹമൊഴിഞ്ഞു കേൾക്കായി വരും എല്ലാവർക്കും സർവജ്ഞനായ മുനീന്ദ്രോത്തമനരുൾ ചെയ്താൽ സർവസമ്മതം വരുമില്ല സംശയമേതും ദിവ്യസംവാദം കലിയുഗത്തിലിനിമേലിൽ അവ്യാജം പരോപകാരത്തിനായുള്ളുന്നല്ലോ കീർത്തിയും യുഗാന്തകാലത്തോളം നമുക്കെല്ലാം പ്രാപ്തമായി വരും സർവലോകേഷു നിരന്തരം ചോദ്യം ചെയ്താലും ഭവാനെന്നെല്ലാം അകന്തെളിഞ്ഞ് ആസ്തയായി മുഹുർമുഹുർ ആജ്ഞാപിച്ചതു നേരം പാർത്ഥിവൻ താനും നമസ്കാരം ചെയ്ത് അജ്ഞായ വ്യാസാത്മജ പദാന്തികേ എഴുന്നുടൻ സ്വേച്ഛയാ വിനീതനായി അഞ്ജലി ഹസ്തത്തോടെ വാഗ്മിയാം നൃപൻ മധുരാക്ഷര വാചാ ചൊന്നാന് നിന്തിരുവടിതുലോ അന്തന അടിയനേ സന്തതം അനുഗ്രഹിച്ചിടുവാനായിക്കൊണ്ടിപ്പോൾ
ചിന്താചഞ്ചലം ഒഴിഞ്ഞെഴുന്നള്ളിയ മൂലം അന്തരാസഫലമായി വന്നിതു മമ ജന്മം. നിത്യമീ വണ്ണം തന്നെ സജ്ജന സംസർഗത്തിനായി എത്തുകില്ലതിന്മീതെ മറ്റിഹലോകത്തിങ്കൽ മർത്യന്മാർക്കൊരു പുണ്യവർത്തനമെന്തൊന്നുള്ള അത്യന്തം അതിനനുഗ്രഹിക്കണമേ വിഭോ. സേവിച്ചോളവും പുണ്യം ക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളും ഭാവിച്ചിടുന്നു പവിത്രാകൃതി നിരന്തരം. കേവലം ദർശിക്ക മാത്രത്താലേ സാധുക്കളെ പാവനമായിടുന്ന പാതകീയങ്ങളും ആകയാൽ അപമാനമിങ്ങ് എനിക്കകതാരിൽ ഏകദാ ഭവിക്കര് ആരിലും ഒരിക്കലും. ഭൂദേവാത്യാഖില സാധുക്കളിൽ വിശേഷിച്ചു ആദരാലതിശയ ഭക്തിയുണ്ടാകണം. നാനായോനികളിലങ്ങുത്ഭവിക്കലും മമ മനസേ ഹരിപദഭക്തിയുമുണ്ടാകണം. പിന്നെ ഇങ്ങെനിക്കേറ്റ ശാപത്താൽ 7-ാം ദിനം തന്നെ ഞാൻ മരിക്കുമെന്നുള്ളതും നൂനമല്ലോ. എന്നാലെന്തപ്പോൾ പരലോക പ്രാപ്തിക്കായൊന്നു മുന്നേ ചെയ്യേണ്ടതെന്നു കേൾക്കേണ്ടതെന്തൊന്നും വന്നിച്ചു പൂജിക്കേണ്ടതാരെയെന്നതും മുഹുരെന്നുള്ളിൽ ധ്യാനിക്കേണ്ടതെങ്ങനെ ഞാനെന്നും നന്നായിങ്ങ് അനുഗ്രഹിച്ചാനന്ദം വരും വണ്ണം സന്ദേഹമൊഴിച്ച് അരുൾ ചെയ്യണം ദയാനിധേ. നമസ്തേ മഹാത്മനെ പരമാത്മനെ നമോ നമസ്തേ തവ ദാസശിഷ്യോഹം പ്രസീദ മേ. നമസ്കാരേണ മുഹു സ്തുതിച്ചീവണ്ണം ഗുരു സമക്ഷം സുരേന്ദ്രനെപ്പോലെ ഭൂപതി വീരൻ. നമിച്ചു തൊഴുതു കൈണകൾ കൂപ്പിത്തന്നെ സുമത്യാശയായി വസിച്ചിടിനാൻ സുഖാസനേ. ക്രമത്താലേവം പ്രതിപാദാർത്ഥ്യം പുരാണസ്യ നിമിത്ത സംക്ഷേപാധികാര നിർദ്ദേശങ്ങളെ സമസ്തം പ്രഥമം കൊണ്ടിവിടെ ചൊല്ലിടിനെ. അമർത്തേന്ദ്രനെപ്പോലെ വസിക്കും നൃപൻ മുന്നിൽ. ഇതി ശ്രീമഹാഭാഗവതം പ്രഥമസ്കന്ധം സമാപ്തം. ശ്രീമഹാഭാഗവതം പ്രഥമസ്കന്ധം സമാപ്തം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ നമഃ. അടുത്ത ദ്വിതീയ സ്കന്ധം നാളെ.